നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സംയുക്ത ഹരിയേട്ടനോട് പറഞ്ഞു കാണൂ. പറഞ്ഞു കാണും. ഹരിയേട്ടാ, വളകാപ്പിന് വന്ന എല്ലാരും ചോദിച്ചത് സംയുക്ത മാഡത്തെ കുറിച്ചാ. ഇത്രയും വലിയ പ്രസന്റ് എനിക്ക് തന്നതല്ലേ, ബന്ധുവാണെന്നൊക്കെ ചോദിച്ചു ചിലര്. അവളുടെ കാര്യം ഈ വീട്ടിൽ മിണ്ടി പോരുത്. ഇനി അവളുമായിട്ട് ഒരു ബന്ധം ഈ കുടുംബത്തിലെ ആർക്കും വേണ്ട. ഈ വീട്ടിനകത്ത് അവളെ കയറ്റാനും പാടില്ല. എന്താ കാരണം? കാരണം നീ അറിയണ്ട, ഇതെന്റെ തീരുമാനമാണ്. എനിക്ക് കാരണം അറിഞ്ഞേ പറ്റൂ. അറിയണോ? നിനക്ക് കാരണം അറിയണോ? അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണോ? അവൾക്ക് എന്നോട് പ്രണയമാണെന്ന്. എന്റെ മുന്നിൽ അവള് വന്നത് അവളുടെ കഴുത്തിൽ ഞാൻ കെട്ടേണ്ട താലിയുമായിട്ടാ. വേറൊരു പെണ്ണിന്റെ ഭർത്താവിനെ ആ അർത്ഥത്തിൽ കാണേണ്ടവള് ഞാൻ എന്താ വിളിക്കേണ്ടത്? പറയേണ്ടതൊക്കെ അവളുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ വന്നു കയറി ഒരുത്തിയോട് പറയാതിരിക്കാനുള്ള മര്യാദയെങ്കിലും നീ കാണിക്കണമായിരുന്നു. അതിന്റെ ആവശ്യം എന്താ? അല്ലെങ്കിൽ തന്നെ സംയുക്ത പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞാൻ സംയുക്തയോട് പറഞ്ഞത് ഹരിയേട്ടൻ എന്റെ ഭർത്താവല്ലെന്നാ. അത് സത്യമല്ലേ? നമ്മുടെ ഡിവോഴ്സ് പോലും തീരുമാനിച്ചതല്ലേ, പിന്നെന്താ അവർക്ക് അങ്ങനെ തോന്നിയാല്? നിനക്ക് നാണോ ഇല്ലടി ഇങ്ങനെയൊക്കെ പറയാൻ? എനിക്കിതിൽ വലിയ നാണക്കേടൊന്നും തോന്നില്ല. അവർക്കെന്തോ ഹരിയേട്ടന് ഇഷ്ടമായി, ഹരിയേട്ടനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നടന്നാ നല്ലതല്ലെന്ന് ഞാനും കരുതി. പിരിയുമ്പോ ഞാൻ കാരണം ജീവിതം നശിച്ചു പോയ ഒരാളാണെന്ന് ഹരിയേട്ടനെ കുറിച്ച് വേറെ ആരും പറയുന്നത് ഞാൻ കേൾക്കണ്ടല്ലോ. എനിക്ക് ഹരിയേട്ടനെ ഉപദേശിക്കാനുള്ള ബുദ്ധിയും ബോധമൊന്നുമില്ല. പക്ഷേ യാഥാർത്ഥ്യം അറിയാം. ഈ കാലത്ത് ഇങ്ങനൊരു കാര്യം ഹരിയേട്ടനെ തേടി വരുന്നത് ഭാഗ്യമായിട്ട് വേണം കരുതാൻ. എന്തായാലും എന്റെ ഭർത്താവിനെയല്ലോ സംയുക്ത മാഡം മോഹിച്ചത്. എന്റെ ആരും അല്ലാത്ത ഒരാളെയല്ലേ. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.